നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ പുകിലുകൾ ഏറെയാണ്. അതിപ്പോഴും അങ്ങ് പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടൊന്നുമില്ല. ഇടയ്ക്കിടെ ഓരോരോ വെടിപൊട്ടുന്ന പോലെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു പരാതിക്കാരിയായിട്ട് ഒരു നടി. ആ കേസിൽ നിന്ന് അവർ പിന്മാറുകയാണെന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിഷയത്തിൽ അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച ഇമെയിൽ അയക്കുമെന്നാണ് നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. തനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നാണ് അവർ പറയുന്നത്. തനിക്കെതിരെ ചുമത്തപ്പെട്ട പോക്സോ കേസിൽ സത്യം തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടിയില്ലെന്നും അതുമൊക്കെ കൊണ്ടാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് കൂടി ആ നടി പറയുന്നു. മലയാള സിനിമാ താരങ്ങളായിട്ടുള്ള മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ 7 പേർക്കെതിരെയാണ് ഈ നടി പീഡന പരാതി നൽകിയത്. കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ നടിയുടെ പിന്മാറ്റം. നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബൽ, ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയൊക്കെയായിരുന്നു കേസ്. താരസംഘടനയായിട്ടുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കെ മുകേഷ് അംഗത്വം വാഗ്ദാനം ചെയ്ത് മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഈ ആലുവ സ്വദേശിനിയായിരുന്ന നടിയുടെ പരാതി ഉണ്ടായിരുന്നത്. എന്നാൽ 14 വർഷത്തിനു ശേഷം ആരോപണമായി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുകയെന്ന ഉദ്ദേശത്തോടെയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു മുകേഷ് കോടതിയിൽ ബോധിപ്പിച്ചത്. മാത്രമല്ല, മുകേഷിനോട് 11 ലക്ഷം രൂപ ചോദിച്ച് ചാറ്റ് ചെയ്തതിന്റെ ഉൾപ്പെടെ രേഖകളും നടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് മുകേഷിന് കോടതി ജാമ്യം അനുവദിക്കുകയുമുണ്ടായി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് 28-നാണ് മുകേഷിനെതിരെ കേസെടുത്തത്. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയൊക്കെയായിരുന്നു ആരോപണങ്ങൾ. പീഡന കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് മുകേഷിനെതിരെ ചുമത്തിയത്. അപ്പോൾ ഈ കേസിൽ നടിയോട് ചോദിച്ചിരുന്നു, മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തിനാണ് പൈസ ആവശ്യപ്പെട്ടതെന്ന്. അവർ പറഞ്ഞൊരു കാര്യം, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, അപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചോദിച്ചു എന്ന് വെച്ച് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഈ നടി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ അത്രയും പൊരുത്തക്കേടുകളായിരുന്നു. ഈ പൊരുത്തക്കേടുകൾ അന്നു മുതലേ മാധ്യമങ്ങൾ നോട്ട് ചെയ്തതുമാണ്. നോക്കൂ, അവർ സിനിമാ നടിയാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ പോലുമുള്ള ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ഇവർ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഈ അഭിനയിച്ചതിനേക്കാൾ ഏറെ നടന്മാർ സിനിമയിലെ ഇവർ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഇതിനൊന്നും കൃത്യമായ ഒരു വിവരവുമില്ല. ചില ചെറിയ ചെറിയ റോളുകൾ അവിടെയും ഇവിടെയുമൊക്കെയായി ഇവർ ചെയ്തിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇവർ സജീവമായിട്ട് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരാളല്ല. പക്ഷേ അത്രയേറെ സജീവമല്ലാതിരുന്ന ഒരു നടി ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഓടി നടന്ന പീഡനം നടന്നു എന്ന് പറയുകയാണ്. ഇവരെ ഓടിച്ചിട്ട് പീഡിപ്പിച്ചു എന്നുള്ള നിലയിലാണ് ഇവർ പല മാധ്യമങ്ങൾക്ക് മുന്നിലും തുറന്നു പറഞ്ഞത്. മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഈ നടന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില നടന്മാരൊന്നും ആ വഴി പോലും പോയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ആരോപിച്ചത്. എന്തായാലും ഈ നടി പിന്മാറിയതോടുകൂടി കേസുകളുടെ ഭാവി ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ നടി പറഞ്ഞ മറ്റൊരു ആരോപണം ബാലചന്ദ്ര മേനോനെതിരെയായിരുന്നു. സംവിധായകനും നടനുമായിട്ടുള്ള ബാലചന്ദ്ര മേനോനെതിരെ അവർ പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവരെ ബാലചന്ദ്ര മേനോൻ വിളിക്കുന്നു. ഇവർ മുറിയിൽ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ 2 നടിമാർക്കൊപ്പം കിടക്ക പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് ഊഴം കാത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴും ചോദ്യമുണ്ട്, ഇവർ ഊഴം കാത്തിരുന്നത് എന്തിനാണ്? പിന്നീട് ഇവർ പറയുന്നത് വളരെ
മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇവർക്കെതിരെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പോലും ഈ നടി വെട്ടി തുറന്നു പറയുകയാണ്. നോക്കൂ, നമ്മൾ ഒരു പരാതി, ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പല കാര്യങ്ങളും തുറന്നു പറയാൻ പല നടിമാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുമാർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഒരു നല്ല ഭാഗം തന്നെയാണ് തുറന്നു പറയാൻ ഒരു ആർജവം കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മേൽ പറഞ്ഞതുപോലെ തന്നെ ഈ നടിയുടെ അഭിനയ സിദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ ഓടി നടന്ന് പല ചാനലുകളിലും അഭിമുഖം വരെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അക്കമിട്ട് പറഞ്ഞു. മുകേഷിനെതിരെ പറഞ്ഞത് മാത്രമല്ല, ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞതാണ് ഏറ്റവും ഭീതിതമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് അത്രമേൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്നിട്ടും അവർ ആ സ്ഥലത്ത് നിന്നു എന്നുള്ളതാണ്. ഇത്രയേറെ പീഡനം ഏറ്റുവാങ്ങി, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ദുരനുഭവം ഉണ്ടായി. ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു സാധ്യത ഉള്ള സ്ഥലത്ത് ഇവർ വീണ്ടും പോയത് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ ഇവർ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവുകളും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെയുള്ള പോക്സോ കേസ് നിലനിൽക്കുന്നതുമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിട്ടുള്ളത്. പക്ഷേ ഈ നടന്മാർക്കെതിരെ ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ പരാതിയും അന്വേഷിക്കണമെന്നതും അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ഓടി നടന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാൾ അത് പറഞ്ഞത് ഒരുപാട് നടന്മാരുടെ ഭാവി ഉൾപ്പെടെ പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ നടിയുടെ പരാതികളെല്ലാം തന്നെ അന്വേഷിക്കുകയും ഇവരെ സത്യത്തിൽ പിടിച്ച് അകത്തിട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനു വേണ്ടി, ഇവർ ആർക്കു വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ ഈ കേസിൽ നിന്ന് ഇവരെ പിന്മാറാൻ അനുവദിക്കാതിരിക്കുകയാണ് വേണ്ടത്. അത്രയും നീചമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പുറത്ത് മറ്റ് പല നടിമാരും അവർക്കേറ്റ പീഡനം പോലും പറയാതെ ഇരിക്കുന്നുണ്ട്. ആ സ്ഥലത്താണ്. അതായത് ഇവർ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കാൻ സാധാരണക്കാർക്ക് പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പീഡിപ്പിക്കപ്പെടുകയും വളരെയേറെ ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്ന പലരും ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഈ നടി ഓടി നടന്ന അവർ ഈ പറഞ്ഞ നടന്മാരുടെയൊക്കെ സിനിമയിൽ ഇവർ അഭിനയിച്ചോ എന്ന് പോലും സംശയമാണ്. അത്തരത്തിലൊരു നടി ഇത്തരം പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ പിന്മാറാൻ അനുവദിക്കരുത്. അവർക്കെതിരെ നടപടിയെടുക്കണം, അവരുടെ കേസുകൾ അന്വേഷിക്കണം. ആ കേസുകളിൽ ഇവർ പറഞ്ഞത് സാധൂകരിക്കാൻ പറ്റാത്ത തെളിവുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇവർക്കെതിരെയുള്ള തെളിവുകളാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കണം. ഇനി മേലിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പേരിൽ ഇത്തരത്തിൽ അശ്ലീലം കലർന്നിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഇവർ ഇനി പുറത്തു വരരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി.